ദേ വരുന്നു. അഞ്ജലി, എഴുന്നേറ്റ് റെഡിയായിക്കേ, സമയമാവുന്നു. എന്താ ഇത്ര ധൃതി? റൗഡുകളെ പോലെ വിസിലടിച്ചോണ്ടിരിക്കുന്നു. ഇതുവരെ എഴുന്നേറ്റ് വന്നില്ല, നോക്കിക്കേ. അഞ്ജലി, ഇതുവരെ എഴുന്നേറ്റില്ലേ നീ? സമയമാവുന്നു പറഞ്ഞില്ലേ? ഇവളിത് എവിടെ പോയി? ഉറങ്ങിക്കിടന്നിരുന്ന മോളെ കാണാല്ലെന്ന് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് സ്കൂളിലേക്ക് പോവാ. പെൺകുട്ടിയായിരുന്നെങ്കിൽ ടെൻഷൻ അടിക്കണം. ഞാൻ പ്രസവിച്ചത് റൗഡിയല്ലേ? എന്തുകൊണ്ട് പറയില്ല? ഒരു നല്ല ടീച്ചറാണ്, നല്ല അമ്മയാണ്. പക്ഷേ എന്റെ അച്ഛന്റെ നല്ലൊരു ഭാര്യ ആയിട്ടില്ല. എന്താടി? ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അമ്പലത്തിൽ പോയി തൊഴാമായിരുന്നില്ലേ? എന്റെ ഭർത്താവാണ് എന്റെ ദൈവം. പിന്നെ ഞാൻ അമ്പലത്തിൽ പോകുന്നതിനാ? പിന്നെ ഹോട്ട് പാക്കിൽ ടിഫിൻ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്ക്. കോളേജിലേക്കുള്ള വേറെ പാക്ക് ചെയ്തിട്ടുണ്ട്. എക്സാം ഫീസ് ഇന്നാ, സൂക്ഷിച്ചു പോണേ. ഞാൻ പോയിട്ട് വരാം. എടി, വേഗം ഇറങ്ങിക്കോണം. കോളേജിലോട്ട് ലേറ്റ് ആയിട്ട് എന്നിട്ട് ഫൈൻ കെട്ടാൻ പണം ചോദിച്ചാലുണ്ടല്ലോ നല്ല അടി തരും ഞാൻ. ടീച്ചർ തന്നെ ദിവസം നിന്നെ കൊണ്ട് വല്ലാത്ത ശല്യ. ഇന്നലെ തന്നെ ഈ ഹോംവർക്ക് ചെയ്ത് വെക്കായിരുന്നില്ലേ? ഇന്നലെ മുഴുവൻ TV നോക്കിയിരുന്നിട്ട് പോകുന്ന സമയപ്പോ ഹോംവർക്ക് ചെയ്യാനിരിക്കുന്നു. എങ്ങോട്ട് നോക്കുമോളെ, ഒന്നെങ്കിൽ നീ അവൾക്ക് ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ നീ അവളെ വഴക്ക് പറയ. വഴക്ക് പറഞ്ഞുകൊണ്ട് തിന്നാൻ കൊടുക്കരുത്. അച്ഛാ, 1000 രൂപ വന്നേ. എന്താടാ പൈസ തന്നു വെച്ചതുപോലെ നീ ചോദിക്കണേ? തന്നാ മാത്രമേ ചോദിക്കാവൂ. അപ്പൊ അങ്ങോട്ട് തരാണ്ട് ചോദിക്കാൻ പാടില്ല. ഓ, രാവിലെ തന്നെ തുടങ്ങല്ലേ? അല്ല, അപ്പൊ എന്തിനാ നിനക്ക് രാവിലെ തന്നെ 1000 രൂപ? എന്തിനാന്ന് പറഞ്ഞാലേ തരുള്ളൂ. എടേ, അതിലാകെ 1000 രൂപ ഉള്ളൂ. അത് കുഴപ്പമില്ലെന്ന്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. Nowadays you're hiding something from me. Your grandfather is supporting you also. I will see you both one day. Just take it from me. എന്താ പറയുന്നേ? ഒന്നുമില്ല മുത്തശ്ശ, നമുക്ക് രണ്ടുപേർക്കും എന്തോ സമ്മാനം ഉണ്ടെന്ന്. അതിന്ന് തരില്ല, ഇനിയൊരു ദിവസം തരാന്ന്. സാമർത്ഥ്യം കൂടുന്നുണ്ട്, അതുകൊണ്ടാവ ഇങ്ങനെ പറയുന്നേ. എന്തിനാടേ മുത്തശ്ശ? എന്താ അച്ഛാ? നിന്റെ വണ്ടി ചാവി തന്നെ. അച്ഛന്റെ വണ്ടിക്ക് എന്ത് പറ്റി? എന്റെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുക. വൈകിട്ട് വന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വണ്ടിയിൽ ഞാൻ റാണിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് ഓഫീസിൽ പോകും. നീ അവിടെ വന്ന് വാങ്ങിക്കോ. വെറുതെ ഇരിക്കച്ചാ, അച്ഛന് വണ്ടി വന്ന് ഞാൻ പിന്നെ എങ്ങനെ പോവാ? നീ എന്താ എതിർത്ത് സംസാരിക്കണേ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എന്തിനാ ഇത്രയധികം ദേഷ്യം? ദേഷ്യം വന്ന് അത് ആരോഗ്യത്തെ ബാധിക്കും. അത് മാത്രമല്ല, അച്ഛന് നന്നായിട്ട് ദേഷ്യപ്പെടാൻ പോലും അറിയില്ല. അച്ഛൻ ദേഷ്യപ്പെടുന്ന കണ്ട എനിക്ക് തമാശ പറയുന്നതായിട്ടാ തോന്നുന്നേ. നീ നിന്റെ അച്ഛനെങ്ങനെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇരുന്നോ? അതൊക്കെ പോട്ടെ, എന്നോട് അച്ഛന് ദേഷ്യമുണ്ടോ? നിന്നോട് എനിക്ക് എങ്ങനെ ദേഷ്യം വരും? നീ എന്റെ തന്തയല്ലടാ. അപ്പൊ മുത്തശ്ശനോ? ഒന്ന് പോടാ. നിർത്ത്. സിഗ്നൽ കിട്ടി കഴിഞ്ഞു, നീ പോയിക്കോ. അയ്യോ, ഫ്രിഡ്ജിൽ വെച്ച പോലെ ഫ്രഷ് ആയി നിൽക്കുന്നുണ്ടല്ലോ. ഹലോ, എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ സിം കാർഡ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ നെറ്റ്വർക്ക് പൂജപ്പുര ജയിലില്ല. അതെന്താ അങ്ങോട്ട് പോയത്? രണ്ടുപേരെ കൊന്നിട്ട് പോയതാ. നീ ആരെ കുറിച്ചാ പറയുന്നേ? ഞാൻ എന്റെ ലവറിനെ പറ്റിയാ പറഞ്ഞ. കണ്ടു കഴിഞ്ഞാൽ വലിയ തമ്പുരാട്ടിയാന്ന് വിചാരം, പക്ഷെ അടുത്ത് അറിഞ്ഞപ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിഞ്ഞത്. ശരി, ഞാൻ വേറെ സിം കാർഡ് എടുത്തോളാം. അനിയ, എന്താ അടിയിൽ ചെയ്യുന്നത്? എന്താ സാർ, ഫെയിലിയർ ആണോ? നീ പറയുന്നത് കേട്ടാ ബോൾ ആയതൊക്കെ നോ ബോൾ പോലെയാണല്ലോ പറയുന്നത്. അതെ സാർ, ഫ്രീ ഹിറ്റ്സിലാ. ഓ, ഫ്രീ ഹിറ്റിലെ ഡെക്കാ. ഈ നമ്പർ ടൈപ്പ് ചെയ്യാൻ ഫാൻസി നമ്പർ പോലെ തന്നെ ഉണ്ടല്ലോ. എന്താ നീ ഇത് എടുത്താലോ? എടുത്തോളൂ സാർ, എടുക്കാൻ തന്നെയല്ലേ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ നമ്പർ തന്നെ എടുത്തു കളയാം. പക്ഷേ ഒരു കൈ വെച്ചതിന് ശേഷം കാശ് തരുള്ളൂ. ഓക്കെ സാർ. അല്ലല്ല, ഫോൺ ചെയ്യുന്ന കാര്യം പറഞ്ഞേ. എടാ, ഞാൻ പഴയതുപോലെ തന്നെ ലിഫ്റ്റ് ചോദിച്ചോന്നാളാ. നീ നേരെ തിയേറ്ററിലേക്ക് പോരെ. ഓക്കെ അളിയാ. എന്താ സാർ, ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. കറക്റ്റ്. 50,000 രൂപയ്ക്ക് ലോൺ എടുത്തിട്ട് മാസം അടവ് അടച്ച് പെട്രോളും അടിച്ചിട്ട് വഴി നീളെ നിൽക്കുന്ന പോലീസുകാർക്ക് ഭിക്ഷ കൊടുക്കാൻ ഞാനെന്ന കിഴകനാണെന്ന് വിചാരിച്ചോ? വെറും 300 രൂപയ്ക്ക് ഹെൽമെറ്റ് വാങ്ങിയാൽ മതി. ലിഫ്റ്റ് ചോദിച്ചിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് എന്റെ സ്റ്റൈൽ. ബ്രേക്ക് ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, എന്നെ ഒന്ന് സൂര്യ ഹോസ്പിറ്റൽ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? ആലോചിച്ച് നിൽക്കാനുള്ള സമയമില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ഓപ്പറേഷനോ, അർജൻറ്റായിട്ട് ബ്ലഡ് കൊടുക്കണം. സോറി, കേറോ. താങ്ക് യു മാഡം. ഹലോ, ഇതാ വന്നുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ്. എക്സ്ക്യൂസ് മീ, കുറച്ച് വേഗത്തിൽ പോകാമോ? അല്പം കൂടി വേഗത്തിൽ പോകൂ. ഹലോ, ഇതിനേക്കാൾ വേഗത്തിൽ പോയാലേ നമുക്ക് വേണ്ടി ബ്ലഡിന് ആരെങ്കിലും വിളിക്കേണ്ടി വരും. ശരി, വിട്ടേക്കൂ.
ആ റൈറ്റിലേക്കുള്ള വഴിയെ പോയാൽ വേഗത്തിലെത്താൻ കഴിയും. എന്താ റൈറ്റിലേക്കോ? അത് വൺ വേയാ. ഓ അതറിയാം. അർജന്റായിട്ട് ബ്ലഡ് കൊടുക്കണം പ്ലീസ്. ഓക്കെ ഓക്കെ. ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞിട്ട് ഇവനെന്താ ഇവിടെ? എങ്ങനെയുണ്ട്? കറക്റ്റ് ടൈമിന് എത്തിയില്ലേ? ആരാ മച്ചാനത്? അസിന്റെ കസിനെ പോലെ ഉണ്ടല്ലോ. അതോ പുതിയ ഡ്രൈവറാടാ. നിന്നെ ഞാൻ കൈ കിട്ടും. നീ മുഖത്തേക്ക് നോക്കാനേ പോണ്ട. എന്താ മോളെ വിളിച്ചായിരുന്നോ? അല്ല കൊച്ചെ, വരുന്നത് വൺ വേ, അതിലും ഓവർ സ്പീഡ് വേറെ. അത് തെറ്റല്ലയോ? ശരി, അതും പോട്ടെന്ന് വെക്കാം. ബില്ലിട്ട രൂപ 500 അല്ലെങ്കിൽ 300. നിന്റെ സൗകര്യം എന്താണ്? 300 രാശിയുള്ള നമ്പറാണേ. എല്ലാരും ശ്രദ്ധിച്ചോണം കേട്ടോ. ഏത് കണക്കാണെങ്കിലും ചെയ്യും തോറും ഈസി ആകും. രമേശേ, നീ പറയ. എന്താ ടീച്ചർ? നിന്റെ അച്ഛന് ഞാൻ 300 രൂപ കൊടുക്കാം. അതിന് 100 രൂപ ഡെയിലി എനിക്ക് തിരിച്ചു തരണം. എത്ര ദിവസം കൊണ്ട് തിരിച്ചു തരും? എത്ര ദിവസമായാലും തിരിച്ചു തരില്ല ടീച്ചറെ. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഇല്ലടാ അവിടെ. അല്ല, നീ എന്താ നിർത്തിയേ? കാല് വേദനിക്കുന്നു ടീച്ചറെ. വേദനിക്കട്ടെ. ഹോംവർക്ക് ചെയ്യാതെ വന്നത് ആദ്യത്തെ തെറ്റ്. അതല്ലാതെ ഹോംവർക്ക് ചെയ്തു നോട്ട് വീട്ടിൽ വെച്ച് മറന്നിട്ട് വന്നു പറഞ്ഞില്ലേ, അത് രണ്ടാമത്തെ തെറ്റ്. ഒരുത്തൻ റൗഡിയായി മാറുന്നതേ അവൻ പറയുന്ന ആദ്യത്തെ തെറ്റിന്നാണ്. ഞാൻ നിർത്താൻ പറയുന്നവരെ ചെയ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ. ടീച്ചർ നിർത്തി. ചെയ്തേ അങ്ങോട്ട്. കാല് വേദനിക്കുന്നു. വേദനിക്കുന്നുണ്ടല്ലേ? കാശുണ്ടാക്കുന്ന എത്ര കഷ്ടപ്പെട്ടാണെന്ന് നിനക്ക് അറിയണ്ടേ? തന്ന കാശിലെ 300 രൂപ മാത്രം കാണാതെ പോയെന്ന് കേൾക്കുന്നവരെന്നെ പൊട്ടന്മാരാണോ? സ്കൂൾ ടീച്ചറായ വിവരമില്ലെന്നാണോന്ന് വിചാരിച്ചേ? നിന്നോട് കൂടി നിർത്താൻ പറയുന്നവരെ ചെയ്തോണം. ശരി ശരി, മതി. ഡാ, നീ പോയിരുന്നേ. ശരി ടീച്ചറെ. ഇനി ഒരു പ്രാവശ്യം കൂടി കള്ളം പറഞ്ഞു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. ദാ പിടിക്ക്. കൊള്ളാലോടാ, അളിയാ ചിരിക്കണടാ. മോ അടിച്ചിരിക്കടാ. വല്ലാത്തൊരു കഷ്ടം. എന്തു പറ്റി സർ? എന്ത് പറ്റാനാ? പത്രം തുറന്ന അവിഹിതം മാത്രമുള്ളോ? ഞാൻ ചോദിക്കുന്നത് എന്താ, നിങ്ങൾ പറയുന്നത് എന്താ? ഇവിടുത്തെ ഈ ട്രാഫിക് ജാമിന്റെ കാരണം ഞാൻ ചോദിച്ചേ. ചേട്ടാ, മിനിസ്റ്റർ വരുന്നുണ്ടെന്ന്. ഓ, ഒരു മിനിസ്റ്റർക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇത്രയും പേരെ വെയിറ്റ് ചെയ്യിക്കുക? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നടക്കൂ, അതും കേരളത്തിലെ ഏറ്റവും കൂടുതൽ. അതൊക്കെ ശരിയാ, നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അളിയാ, ദേ നോക്കിയേ. എന്താടോ ഇത്? സർ. എന്തിനാടോ ഇങ്ങനെ ഈ ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? സർ, സാറിന് വേണ്ടി തന്നെയാ. എനിക്ക് വേണ്ടിയോ? എന്താടോ ഇത്? എനിക്ക് ഒരുത്തിന് പോവാൻ വേണ്ടിയാണോ ഇത്രയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ നാട്ടിലെ നടക്കൂ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതാണോ ജനാധിപത്യം? നോക്കൂ, നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അറിയാതെയാ ഇത് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി ഇവിടെ ഉണ്ടായ ഈ സംഭവത്തിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ദയവായി എന്നോട് ക്ഷമിക്കൂ. ദയവായി ക്ഷമിക്കൂ. ഇനി ഇതുപോലെ ആവർത്തിക്കില്ല ഞാൻ. സാർ, വളരെ നന്നായിട്ടുണ്ട് സാർ. നമസ്കാരം സാർ. നമസ്കാരം. വാ. നല്ല ആളാടാ. ഇല്ല അളിയാ, നീ പറഞ്ഞത് തന്നെ മിനിസ്റ്ററും പറഞ്ഞല്ലോടാ. സർ. എന്താടോ? സാർ തന്നെയല്ലേ സാറ് വരുമ്പോൾ ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്? പറഞ്ഞതാ. അത് പറഞ്ഞത് ഞാൻ തന്നെ. ഇപ്പൊ ഈ പറഞ്ഞത് ഞാൻ തന്നെ. ചില കാര്യങ്ങൾ സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് സംസാരിച്ചാലും അത് ജനങ്ങളിലേക്ക് എത്തണമെന്നില്ല. കൂട്ടത്തിൽ ഒരു 1000 പേരെങ്കിലും ഉണ്ടാവില്ലേ? ആ 1000 പേർ 50,000 പേരോട് പോയി പറയും. 50,000 പേർ 5 ലക്ഷം പേരോട് പറയും. 5 ലക്ഷം പേർ അത് 50 ലക്ഷം പേരോട് പറയും. 50 ലക്ഷം പേരോട് അത് 1 കോടി. എല്ലാം വോട്ടാടോ. ഞാൻ CM ആവണ്ടേ? നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെയാ. പെട്ടെന്ന് ഈ പൊതുയോഗം വിളിച്ചുകൂട്ടിയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അത് ഇദ്ദേഹം പറയും. അത് ഞാൻ എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല.
നമ്മുടെ നേതാവ് പ്രധാനമന്ത്രി സ്ഥാനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താ നേതാവ് പറയുന്നേ? പിന്മാറുകയാണെന്നോ? അങ്ങനെയാണെങ്കിൽ പാർട്ടിയെ തന്നെ അങ്ങ് പിരിച്ചുവിട്ടേക്ക്, പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല, പിന്നെ എന്താ ഉദ്ദേശം? പാർട്ടിയുടെ തലവൻ തന്നെ നിങ്ങളല്ലേ. തലവനില്ലെങ്കിൽ നമ്മുടെ പാർട്ടി തന്നെ ഇല്ലാതാവില്ലേ? എന്താ നിങ്ങളൊന്നും പറയാത്തേ? നിങ്ങൾ പറയുന്നതിൽ എനിക്ക് എതിർത്ത് പറയാനാവില്ലല്ലോ. എന്നാലും നമ്മുടെ നാഗരാജ് പറയുന്നത് സത്യമല്ലേ? പഴയതുപോലെയല്ല എന്റെ ശാരീരികാവസ്ഥ. മാത്രമല്ല, മൂത്തവര് ഇളയവർക്ക് വഴി കൊടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന ഈ തീരുമാനം നിങ്ങളെല്ലാവരും അംഗീകരിക്കണം. ഇദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിക്ക് നമ്മുടെ ആൾക്കാരിൽ നിന്ന് നമ്മളെ തന്നെ ഒരാളെ തിരഞ്ഞെടുക്കണം. ആ ചുമതല ഞാൻ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുക. സഖാവേ, നിങ്ങളും ഇദ്ദേഹവും കൂടി ചേർന്ന് അടുത്ത സ്ഥാനാർത്ഥി ആരാ, തലവൻ ആരാന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീക്കാമല്ലോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നീണ്ടകാലത്തെ രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവായ ദേവേന്ദ്രനെ തന്നെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നതിനായി പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ചേരുന്ന രാഷ്ട്രീയ ചർച്ചയിൽ ഇതിനെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനമുണ്ടാവുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നമ്മെ അറിയിച്ചിരിക്കുന്നത്. സാറ് കേൾക്കുന്ന ശബ്ദമുണ്ടല്ലേ, അതെനിക്കിപ്പോ നന്നായിട്ട് കേൾക്കാം. നിനക്ക് മാത്രമല്ല ശിവ, അധികം താമസിയാതെ ഈ സ്റ്റേറ്റ് മുഴുവൻ കേൾക്കും. അതിനുള്ള സമയം അടുത്തു വരും. സമയം ചിലപ്പോ വന്നിരിക്കാം, പക്ഷെ അതിന് ചാൻസ് ഇല്ലല്ലോ. അടുത്ത CM ആവാനുള്ള ചാൻസ് നേതാവ് KM-നെ ഏൽപ്പിച്ചിരിക്കുന്നത്. KM-ഉം ഞങ്ങളുടെ സാറ് ഭാഗ്യരാജും ഉടനെ തന്നെ ബന്ധുക്കളാവാൻ പോവുകയാണ് സാറേ. അങ്ങനെ വരുമ്പോ അടുത്ത CM ആരാണ്? ഓരോരുത്തന്മാർക്ക് ചത്തു കഴിഞ്ഞാൽ സന്തോഷം, ചാവാൻ വേണ്ടി ഇത്ര സന്തോഷം. നമ്മുടെ ഭാഗ്യരാജ് സാറ് CM ആയ ഉടനെ തന്നെ നിങ്ങളിരിക്കുന്ന ഇതേ വകുപ്പില് ഇതേ മന്ത്രിപ്പണി തന്നെ തുടരാമല്ലോ. എന്തു പറയുന്നു? ഇവിടെ എന്തെങ്കിലും നടക്കും. ശിവ, ഇതിന്റെ പേരാണ് പോസിറ്റീവ് തിങ്കിങ്. നിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ പേര് കോശി. കോശി. വിജയരാഘവന്റെ സപ്പോർട്ടോടുകൂടി പരമേശ്വരൻ സിറ്റിക്ക് പുറത്തിരുന്നിട്ട് സിറ്റി മുഴുവൻ അവന്റെ കൺട്രോളിൽ വെച്ചേക്കാം. അണ്ണാ, പരമേശ്വരന്റെ അടുത്തേക്ക് പോയവരാരും ജീവനോടെ വന്നിട്ടില്ല. ഞാൻ തിരിച്ചു വരും. വരുമ്പോൾ പരമേശ്വരൻ ജീവനോടെ ഉണ്ടാവില്ല. അവൻ കെട്ടിപ്പിടിക്കും, ഇവൻ കൊന്നുകളെ. അവന്റെ കൈകൊണ്ട് ചാവാൻ ഞാൻ എന്താ കിഴങ്ങനാണോ? അർദ്ധനാരി ചേട്ടൻ ഇവിടെ ഉണ്ടോ? നമസ്കാരം ചേട്ടാ. എന്നോട് വരാൻ പറഞ്ഞിരുന്നു ചേട്ടാ. എന്താടാ നമ്മുടെ ഏരിയയിൽ വന്ന് നീ പ്രശ്നം തീർക്കാൻ തുടങ്ങി? അതൊന്നുമില്ല ചേട്ടാ. ചേട്ടന്റെ ആളെ ഞങ്ങളുടെ ഏരിയയിൽ ഒന്ന് കളിക്കണ്ട. എന്ത്? നിന്റെ ഏരിയയോ? അല്ലടാ, മുഴുവൻ സിറ്റിയും എന്റെയാ. അല്ല ചേട്ടാ, അത് പിന്നെ അല്ല, നീ വലിയ വലിയ ആളായി എന്നൊക്കെ പറഞ്ഞു കേട്ടു. നീയാണത്ര ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത്. എന്തായാലും നമ്മുടെ അടുത്താവൊന്നും വേണ്ട കേട്ടോ. ഇപ്പോഴാണ് ചേട്ടന് കാര്യം മനസ്സിലായത്. നേരിട്ട് എന്നോട് സംസാരിക്കുന്നതേ തെറ്റാ, പോരാത്തത് നീ എന്നോട് തർക്കുത്തരം പറയുന്നു. അദ്ദേഹം കെട്ടിപ്പിടിച്ച ഒരൊറ്റ അർത്ഥമേ ഉള്ളൂടാ.